പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ ഭവനം എന്ന വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് വിചിന്തനം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയിലെ മാതൃത്വവും ദൈവത്തിന് പാർക്കാൻ പറുദീസയായി വളരാൻ പുണ്യാശ്രമമായി മാറിയ അമ്മയിലെ സമർപ്പണത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. അനുഭവത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ വിശുദ്ധ മത്തായി ശ്ലീഹ കുറിച്ചിരിക്കുന്നത് പോലെ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ക്രിസ്തുവചനം അനുസരിച്ച് ജീവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ദിവ്യകാരുണ്യത്തിൻ്റെ കണ്ണാടി ബിംബവും ക്രിസ്തീയ കാരുണ്യത്തിൻ്റെ ഉദാഹരണവുമായ അവൾ നിലവിളിക്കുന്നവരുടെ ഉള്ളിലെ നൊമ്പരമകറ്റുന്നവളും ആലംബഹീനരുടെ അഭയവുമാണ്. കാരുണ്യം തുളുമ്പുന്ന ആ അമ്മയുടെ കരുണാതുരമായ സ്നേഹത്തിലേക്ക് ഒരു പടി കൂടി നമുക്ക് നടന്നെടുക്കാം. കാലിത്തൊഴുത്തിലെ പുൽമെത്തിയിൽ ഉദരത്തിൻ്റെ നൊമ്പരവും തിരസ്കരണത്തിൻ്റെ ഭാരവും പേറി കടിഞ്ഞൂലുണ്ണിക്ക് ഊടും പാവും നൽകിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. വീഴുമ്പോഴൊക്കെ കൈപിടിച്ച് നടത്തുകയും കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നവൾ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്. കുടുംബജീവിതത്തിൻ്റെ സ്പന്ദനവും വഴികാട്ടിയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാത പിന്തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നസ്രത്തിലെ ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി എങ്ങനെയാണ് ലോകത്തിൻ്റെ ഐശ്വര്യമായി മാറിയത്? യേശുവിന് വസിക്കുവാൻ നല്ലൊരു ഭവനമായി തീർന്നത്? എങ്ങനെയാണ് സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഈ പെരുന്നാൾ ദിനത്തിൽ ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടത് അതാണ്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായി തീർന്നത്? രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ യുവജനങ്ങളുടെ മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, ഉദയസൂര്യന് മുൻപേ ചക്രവാളങ്ങളിൽ ഉദിച്ചുയർന്ന പുലർക്കാലത്തിലെ നക്ഷത്രത്തിൻ്റെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധയമ്മ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ, ഒരു ലളിതയായ യുവതി, എന്നാൽ വിശ്വാസത്തിൽ ശക്തി നിറഞ്ഞവൾ. ദൂതന്റെ സന്ദേശം കേട്ടപ്പോൾ അവൾ പേടിച്ചില്ല, മറിച്ചൊന്നും ചോദിച്ചില്ല എനിക്ക് ഇതെങ്ങനെ സാധിക്കുമെന്ന്. പകരം അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. അതെ, പരിശുദ്ധ അമ്മ മുഖാന്തരം ലോകം രക്ഷിതാവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് നാം മറിയത്തെ യേശുവിൻ്റെ ആദ്യത്തെ ഭവനം എന്ന് വിളിക്കുന്നത്. അവളുടെ ഗർഭത്തിൽ ദൈവപുത്രൻ താമസിച്ചു. നസ്രത്തിലെ ചെറിയ വീട്ടിൽ പരിശുദ്ധയമ്മ യേശുവിനെ വളർത്തി. ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അമ്മ വളർത്തിക്കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ ഓരോ കുടുംബവും യേശുവിന് വസിക്കുവാനുള്ള ഒരു ഭവനമായി മാറേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ അമ്മ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും? ദൈവത്തിനോട് അതേ പറയാനുള്ള ധൈര്യം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള മനസ്സ്, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാവുക. നമ്മുടെ ഓരോ കുടുംബങ്ങളും പരിശുദ്ധ മറിയത്തിൻ്റെ ഭവനം പോലെ ദൈവസാന്നിധ്യം നിറഞ്ഞതായിരിക്കട്ടെ. നമ്മുടെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ യേശുവിന് വസിക്കുവാൻ നല്ലൊരു ഭവനമായി തീരട്ടെ. അങ്ങനെ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിനോടനുബന്ധിച്ച് ഈ അവസരത്തിൽ ഏറ്റുപറയാം, കർത്താവെ, എൻ്റെ ഹൃദയം നിന്റെ ഭവനമാകട്ടെ. അതുതന്നെയാണ് മറിയത്തിൻ്റെ ജീവിതപാഠം, അതുതന്നെയാണ് യേശുവിൻ്റെ സ്നേഹപാഠം.